ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ്. ചാല മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടുള്ള പാളയ മാർക്കറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരംകാർക്ക് ചാല മാർക്കറ്റ്. അതായത് തിരുവനന്തപുരത്തിൻ്റെ അത്രത്തോളം തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചാല മാർക്കറ്റ്. അപ്പോൾ ചാല മാർക്കറ്റ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. അതായത് മുബാറക് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് മീനിൻ്റെ ഐറ്റംസ് മാത്രം കിട്ടുന്ന, മീൻ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ, മുബാറക് ഹോട്ടൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ആ ഹോട്ടലിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഭക്ഷണ വൈവിധ്യങ്ങളും നമുക്കിന്ന് രുചിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും ഫോർ യു വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മുബാറക് ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ കൂടെ നമ്മുടെ കടയുടെ എല്ലാമായ കടയുടെ ഓണറായിട്ടുള്ള സലാഹുദ്ദീനൊക്കെ ഉണ്ട്. അപ്പോൾ കടയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സലാഹുദ്ദീനൊക്കെയോട് ചോദിച്ചറിയാം. ഇതാണ് നമ്മുടെ സലാഹുദ്ദീനിക്ക. ഈ സലാഹുദ്ദീനിക്ക തന്നെയാണ് കട തുടങ്ങിയത്. ഏകദേശം 40 വർഷത്തോളമായിട്ട് കട ഇവിടെ തുടർന്ന് വരുന്നു. അപ്പോൾ നമുക്ക് സലാഹുദ്ദീനൊക്കെയോട് നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇക്ക പറയൂ, എന്താണ് നിങ്ങളുടെ കടയുടെ വിശേഷങ്ങൾ പറയൂ. വിശേഷം, ആദ്യം എൻ്റെ കട ചെറ്റക്കടയെന്നാണ് അറിയപ്പെടുന്നത്. ചെറ്റക്കട, ചെറ്റ ഈ ഓല കൊണ്ടുള്ള കടയാണ്. ശരി. ഇരുന്നും കഴിക്കാൻ, ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ നിൽക്കും. ഓക്കെ. ഇരിക്കുന്നവർക്ക് ഇലയും നിൽക്കുന്നവർക്ക് പ്ലേറ്റും. ആദരം കഴിക്കാൻ വരുന്നവർക്ക് നല്ല ഫുഡ് കൊടുക്കുക. ഓക്കെ. ലാഭം കുറച്ചായിരുന്നു. സാധനങ്ങൾ ആഹാരത്തിൽ മായം ചേർക്കുന്നത് അനുഭവിച്ച ജനം വിശ്വസിച്ച്, നമ്മളെ വിശ്വസിച്ച് വന്നിരുന്ന ആഹാരം കഴിക്കുക. അതിൽ മായം ചേർക്കുന്ന അവരറിയുന്നില്ല. പക്ഷെ പടച്ചവനാണ്, തീർച്ചയായിട്ടും അറിയുകയും ചെയ്യും, കാണുകയും ചെയ്യും. അതിൻ്റെ ശിക്ഷ ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കണം. ഇവിടുത്തെ ടൈമിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉച്ചയ്ക്ക് ഊണിന് ഒരു 12 മണിക്കാണ് ഇവിടുത്തെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മണി 4 മണി അല്ലെങ്കിൽ മീൻ കഴിയുന്നത് വരെ അവർ ഊണിൻ്റെ സമയമുണ്ട്. പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറോട്ടി, അത് നമ്മുടെ പത്തിരി, കട്ടിപ്പത്തിരി പോലത്തെ ഒരു സാധനമാണ്. ഒറോട്ടിയും മീനിൻ്റെ കറിയും കപ്പയും, ചില ദിവസങ്ങൾ കപ്പയും അവൈലബിൾ ആണ്. പിന്നെ എല്ലാ ദിവസവും ഇവിടെ കിട്ടുന്ന ഒരു 2 ഐറ്റം ചൂരയും കൊഞ്ചും, അത് എത്ര തന്നെ വില കൊടുത്തിട്ടായാലും മേടിക്കുന്നതാണ് സലാഹുദ്ദീനൊക്കെ പറഞ്ഞത്. ചൂരയും കൊഞ്ചും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്കാണ് ഇവിടുത്തെ ഏറ്റവും തിരക്ക് കൂടിയ സമയം. 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഊണും മീൻ കറിയും, മീൻ പൊരിച്ചതും കഴിക്കാം. വൈകുന്നേരം ആണെങ്കിൽ ചോറ് കിട്ടും, പിന്നെ മീനും ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഓരോ ദിവസം പറയാൻ പറ്റില്ല. മീൻ നേരത്തെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെറൈറ്റി മീൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് വരികയാണ്. സൺഡേ ഹോളിഡേ ആണ്, ബാക്കിയുള്ള എല്ലാ പബ്ലിക് ഹോളിഡേസിലും ഇവിടെ അവധിയായിരിക്കും. സലാഹുദ്ദീനൊക്കെ പുള്ളിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. ഭക്ഷണം ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഏകദേശം ഒരു 5-6 വർഷം മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഇതൊരു ചെറിയൊരു കടയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയൊരു ചായക്കട പോലത്തെ ഒരു കുഞ്ഞു കടയായിരുന്നു. ഒരു 10-30 ആൾക്കാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ള കുഞ്ഞു കടയായിരുന്നു. പക്ഷേ സാധനം നല്ല ക്വാളിറ്റി സാധനമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കട റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കടയുടെ 2 നിലയാക്കി പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് എല്ലാം താഴെയും ഭക്ഷണം കഴിക്കുന്ന ഏരിയ മുകളിലുമാണ്. അപ്പോൾ നമുക്ക് സലാഹുദ്ദീനൊക്കെ നമ്മുടെ ഭക്ഷണമൊക്കെ നമുക്ക് വേണ്ടി റെഡിയാക്കുന്നുണ്ട്. നമുക്ക് സലാഹുദ്ദീനൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം.
ഇതിവിടെ പാര എന്ന് പറഞ്ഞൊരു മീനാണ്. നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് ചുവന്ന മുളകൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കൊഞ്ച്. എല്ലാ ദിവസവും ഇവിടെ കിട്ടുന്ന കൊഞ്ചാണിത്, കൊഞ്ച് ഫ്രൈ. സലാഹുദ്ദീനൊക്കെ നമ്മുടെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ നേരെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാണുന്ന കൊഞ്ചുണ്ടല്ലോ, അത് കിടിലൻ ടേസ്റ്റാണ്. അത് ഇവിടെ വന്നിട്ട് തന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ചെമ്മീൻ ഫ്രൈയും കൊഞ്ച് ഫ്രൈയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ മുബാറക്കിൽ തന്നെ വരണം. അതിൻ്റെ കൂടെ പാര എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, നല്ല ടേസ്റ്റുള്ള മീനാണ്. പിന്നെ ചൂര ഫ്രൈ ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതെപ്പോൾ കഴിച്ച് തീരുമെന്ന് അറിയാൻ പാടില്ല. എന്നാലും മാക്സിമം ട്രൈ ചെയ്യും. ഞാനും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത്ര പുറകോട്ടല്ലാത്തതുകൊണ്ട് എനിക്കിതൊരു പുത്തരിയല്ല. സലാഹുദ്ദീനൊക്കെ പറഞ്ഞ ടെക്നിക്കാണ്. കൊഞ്ച് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ വാല് പിടിക്കുക. വാല് പിടിച്ചിട്ട് ബാക്കി ഭാഗം മൊത്തം കഴിക്കുക. ഈ വാല് അകത്ത് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ വയറ്റിൽ പിടിച്ചില്ലാന്ന് വരും. അപ്പോൾ വിജയകരമായിട്ട് നമ്മുടെ ടാസ്ക് പൂർത്തിയാക്കി. ഒരൊറ്റ കഷ്ണം മീൻ പോലും ബാക്കിയില്ലാതെ കംപ്ലീറ്റ് വടിച്ചെടുത്തു. ഇനി നമുക്ക് താഴെ മീൻ പൊരിക്കുന്ന സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. കിച്ചൺ കടയുടെ താഴെ ഭാഗത്താണ്, ഉള്ളിലേക്കാണ്. പിന്നെ അപ്പോൾ കിച്ചൻ്റെ ഉള്ളിലേക്ക് പോവാം. നമുക്കിവിടെ ഷാജിക്കുണ്ട്. ഇവിടെ ഒരു 22 വർഷമായിട്ട് ഇവിടെ തന്നെ അല്ലേ, ഇവിടെ 22 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഷാജിക്കുണ്ട്. അപ്പോൾ ഷാജിക്കാണ് നമുക്ക് മീൻ പൊരിക്കുന്നതും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കാണിച്ചു തരുമ്പോൾ ഷാജിക്കുണ്ട്. നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടു കൊഞ്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് പൊരിക്കാൻ പോകണമെന്ന് കാണാം. കൊഞ്ചൊരു ഭാഗത്തു നിന്ന് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ നേരത്തെ കണ്ട അയില മസാല പുരട്ടാൻ പോവാണ്. അപ്പോൾ മസാല പുരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇഞ്ചി പച്ചമുളക് ചതച്ചത് അല്ലേ, കാണിച്ചേക്കാം. ബക്കറ്റ് ഇഞ്ചി പച്ചമുളക് ചതച്ചതാണ്. അയിലയിലേക്ക് ഇട്ടു. മുട്ട അടുത്ത മുട്ട ചേർക്കുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകും പെരിഞ്ചീരകം കൂടെ മിക്സ് ചെയ്താണ്. വെള്ളം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇവിടെ ഉപയോഗിക്കുന്ന മസാലകൾ വളരെ സാധാരണമായിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന മസാലകളാണ്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത കരിവേപ്പിലയോടെ കൂട്ടിയ മിശ്രിതം ആദ്യം, പിന്നെ കുരുമുളകും പെരിഞ്ചീരകവും ചേർത്ത ഒരു പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി വെള്ളം. ഇത്ര മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ യാതൊരു കളറോ ഒരു കെമിക്കൽസോ അത് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കുന്ന അജിനോമോട്ട പോലത്തെ കെമിക്കൽസോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നേരിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ വെച്ചിട്ടാണ് പൊരിക്കുന്നത്.
പിന്നെ വേറെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊരിക്കുന്ന എല്ലാ മീനുകളും പൊരിക്കുന്നത് നമ്മൾ കാണുന്ന സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒന്നിലോ അല്ല, നല്ല 100% ശുദ്ധിയുള്ള വെളിച്ചെണ്ണയിലാണ്. അത് തന്നെ ഒറ്റ തവണ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഒരു തവണ ഉപയോഗിച്ച് ഏകദേശം കളർ മാറിക്കഴിഞ്ഞാൽ തന്നെ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതുകൊണ്ടല്ലേ ഒരു ഭാഗത്ത് നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മീൻ പൊരിക്കാനുള്ള എണ്ണ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 32 വർഷമായിട്ട് ഈ ഒരു അടുക്കളയിലുള്ള ചൂട് സഹിച്ച് നിൽക്കുന്ന ഇവരൊക്കെയാണ് യഥാർത്ഥ താരങ്ങൾ. നമ്മളൊക്കെ പുറത്തു പോയി കഴിഞ്ഞ് ഇത്തിരി വെയിലുണ്ടായാൽ തന്നെ ഒരു കൂൾ ബാറിലേക്കോ AC കടയിലേക്കോ ഓടി കയറുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ കണ്ട ഈ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന മുളക്, ഇത്തിരി പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മസാലപ്പൊടികളോട് ചേർത്ത് പൊടിച്ച് പിന്നെ ചൂടാക്കി എടുത്തതാണ്. ഇവിടെയുള്ള എല്ലാ മീനുകളുടെയും മുകളിൽ ഇവരിത് വെറുന്നുണ്ട്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് കഴിച്ചു തന്നെ അറിയണം. സലാഹുദ്ദീനിക്കയുടെ പിന്നെ സലാഹുദ്ദീനിക്കയുടെ ഒക്കെയാണ് സൈനുദ്ദീൻ. നമ്മൾ നേരത്തെ കണ്ട കടയുടെ ഓണറായിട്ടുള്ള സലാഹുദ്ദീനിക്കയുടെ ഇക്കയാണ് സൈനുദ്ദീനിക്കയാണ്. സൈനുദ്ദീനിക്ക ഇവിടെ പിന്നെ ഒരു തൊഴിലാളിയെ പോലെ തന്നെ യാതൊരു ചാടയില്ലാതെ ഇവിടെ വർക്ക് ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സലാഹുദ്ദീനിക്കയുടെ അനിയനാണ് വാഹിദിക്ക. പുള്ളിക്കാരനും ഇതേപോലെ 19 വർഷമായിട്ട് കട തുടങ്ങിയ സമയം മുതൽ ഇവിടെ എല്ലാമായി കടയുടെ എല്ലാമായിട്ട് കൂടെകളൊക്കെയാണ് വാഹിദിക്ക. അപ്പോൾ നിങ്ങൾ കടയിൽ വരികയാണെങ്കിൽ ഭക്ഷണം മാത്രം കഴിച്ചു പോരുത്. നമ്മുടെ സൈനുദ്ദീനിക്കയും സലാഹുദ്ദീനിക്കയും വാഹിദിക്കയും ഒക്കെ കാണുക, പരിചയപ്പെടുക കേട്ടല്ലേ. വലിയൊരു പാത്രത്തിൽ ഇതാ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ ഇവിടെ പാർസൽ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് രാജേട്ടൻ പാർസൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം കിച്ചണിലെ എല്ലാ വിശേഷങ്ങളും കണ്ടു. അപ്പോൾ നമ്മളിനി മുകളിലേക്ക് പോയിട്ട് സലാഹുദ്ദീനോട് പറഞ്ഞിട്ട് വരാം. സലാഹുദ്ദീനൊക്കെ എന്നെ വിടാനുള്ള ഉദ്ദേശമല്ല. മുകളിൽ വന്ന ഉടനെ തന്നെ എന്നെ കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദഹിക്കാൻ നല്ല ഹെവി ഫുഡാണ് കഴിച്ചത്. അപ്പോൾ ദഹനത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ പിന്നെ അതോടെ കഴിക്കാം അല്ലേ. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് എത്തിയിട്ടുണ്ട്. ശരി. കുറേ വർഷമായിട്ട് കേൾക്കുന്ന കടയാണ് ഈ മുബാറക് ഹോട്ടൽ. ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. എന്നാലും ഇവിടെ നമുക്കൊരു ഹോംലി ഫീലിംഗ് ആണ്. നമ്മൾ വീട്ടിലത് അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടാറ്. പിന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫിഷൊക്കെ അവൈലബിൾ ആണ്. കൂടുതലും ഇവിടെ ഫിഷിൻ്റെ ഐറ്റംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് മുബാറക് ഹോട്ടൽ. നമുക്ക് ഫാമിലി ആയിട്ട് വന്നാലും നല്ലൊരു ഫീൽ ഗുഡ് ആംബിയൻസ് ആണ്. നല്ലതാണ്. നമുക്ക് എന്തായാലും വന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാനൊരു കാര്യം സത്യം പറയട്ടെ, ഞാൻ ഈ ഹോട്ടലിൽ വരുന്നതിന് മുന്നേ മുബാറക് ഹോട്ടലിലെ മുതലാളി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു ഒരു മുതലാളിയുടെ സങ്കല്പം വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് പറയില്ലേ, അങ്ങനത്തെ അത്രയും സിമ്പിളായിട്ടുള്ള അത്രയും വിനയാന്വിതനായിട്ടുള്ള ഒരു സാധു മനുഷ്യനെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത്ര വലിയ ഒരു ഹോട്ടലിൻ്റെ മുതലാളിയാണെന്ന് പറയാൻ നമുക്ക് തോന്നില്ല. മീൻസ് അത്രത്തോളം സിമ്പിളാണ് അയാൾ. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ ആരും അദ്ദേഹത്തെ മുതലാളി എന്ന് വിളിക്കുന്നത് പോലും നമ്മുടെ സലാഹുദ്ദീനൊക്കെ ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ഇക്ക അല്ലെങ്കിൽ മാമ അങ്ങനെ എന്തോ വിളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ഇവരുടെ തൊഴിലാളികളെ പോലും ഒരു വീട്ടിലെ അംഗമായിട്ടാണ് നമ്മുടെ സലാഹുദ്ദീനൊക്കെ കാണുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തൊഴിലാളികളുടെ വീടുകളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പോയി എല്ലാം നടത്തി കൊടുക്കുന്ന അത്രയും അധികം തൊഴിലാളികൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കാണാത്ത ഒരു പ്രത്യേക ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ കട പ്രവർത്തിക്കുന്നത് ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ലാഭമുണ്ട്, പക്ഷേ നമ്മൾ പുറത്ത് പോയി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു ഭക്ഷണത്തിൻ്റെ റേറ്റിൻ്റെ കാര്യമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ആ ഒരു റേറ്റ്, ഒരു മീൻ കറി അല്ലെങ്കിൽ മീനും ഊണിനും വെറും 60 രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ആ ഒരു റേറ്റ് കേട്ടാൽ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഈ ഒരു സമയത്ത് 60 രൂപയ്ക്ക് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കത് കിട്ടാൻ പോകുന്നില്ല. ഇത്രയും നല്ലൊരു ഊണും മീനും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇവർ അത്രയും ചെറിയ ലാഭത്തിൽ നല്ല ക്വാളിറ്റി ഭക്ഷണം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഭക്ഷണത്തിൽ മായം ചേർത്ത ആൾ അത് അനുഭവിക്കാതെ ഈ ലോകത്തിൽ നിന്ന് പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം വിശ്വാസിയായിട്ടുള്ള അത്രത്തോളം നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ 100% ഗ്യാരണ്ടിയോടുകൂടെ നല്ല കിഡിലൻ ക്വാളിറ്റിയുള്ള നല്ല ടേസ്റ്റുള്ള ഫുഡ്, അത് മീൻ്റെ വെറൈറ്റീസ് ഇവിടെ വന്നാൽ കഴിക്കാമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. മുബാറക് ഹോട്ടൽ. അപ്പോൾ
തീർച്ചയായിട്ടും തിരുവനന്തപുരം വരുന്ന ആൾക്കാർ നമ്മുടെ ചാല മാർക്കറ്റിലുള്ള മുബാറക് ഹോട്ടലിൽ വരിക, ഇവിടുന്ന് ഭക്ഷണം ട്രൈ ചെയ്യുക. അതിനേക്കാൾ ഉപരി സലാഹുദ്ദീൻ ഇക്ക എന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുക. കാരണം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, ഇവിടെ വന്ന സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു കെയർ, ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആർക്കും അത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത്രത്തോളം നല്ലൊരു കെയറാണ് അദ്ദേഹം. ഇവിടെ വന്ന എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, ഇവിടെ വന്ന ഓരോ കസ്റ്റമറും പുള്ളിക്കാരന് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെയും അറ്റ്മോസ്റ്റ് കെയറോട് കൂടിയാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണങ്ങൾ യാതൊരു മായവും യാതൊരു കളറോ ഒന്നും ചേർക്കാത്തതാണ്. 100% നമുക്ക് വീട്ടിൽ കഴിക്കുന്ന പോലെ ഹോംലി ഫീലോട് കൂടി നമുക്ക് സ്നേഹത്തോടു കൂടി കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരണം, ഭക്ഷണം കഴിക്കണം, സലാഹുദ്ദീനൊക്കെ പരിചയപ്പെടണം. ഇപ്പോൾ സമയം ഏകദേശം 1:30 മണി ആവാനായി. തിരക്ക് ഇവിടെ ആയി തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന സീറ്റ്സ് മൊത്തം ഫുള്ളാകും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മുബാറക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ചാല മാർക്കറ്റ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സ്നേഹം കൂടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് മുബാറക് ഹോട്ടലിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഭക്ഷണം കഴിച്ചതോടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വയറും നിറഞ്ഞു, നമ്മുടെ മനസ്സും നിറഞ്ഞു. ഒരുപാട് നന്മയുള്ള മനസ്സുകളെ ഈ ചാല മാർക്കറ്റിൽ കാണാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ ഒരു ഫുഡ് വീഡിയോ ആയിരുന്നില്ല, എന്നാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ ആൾക്കാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.